ഉദാഹരണം ഇപ്പോൾ ഒരു സ്റ്റഡി അബ്രോഡ് കൺസൾട്ടൻസി എടുത്ത് നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി കസ്റ്റമർ ഡിഫറൻ്റ് ആണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി ഒരു ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് തെറ്റില്ല. ഓക്കെ, പക്ഷേ അത് കോംപ്ലക്സ് പ്രൊസീജിയർ ആയിരിക്കും ചില ബിസിനസ്സുകളെ സംബന്ധിച്ചിടത്തോളം. കാരണം ഒരുപാട് ടൈപ്പ് ഓഫ് ബിസിനസ്സുകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ആഡ് അക്കൗണ്ടിൽ തന്നെ ആ ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ടൊരു ആഡ് അക്കൗണ്ടിനെ കീപ്പ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഒരുപാട് നീഷ ഉണ്ടെങ്കിൽ പക്ഷേ നമുക്കൊരു നാല് നീഷേ ഉള്ളൂ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 4-5 നീഷകളുണ്ടെങ്കിൽ നമുക്കത് കുഴപ്പമില്ല. ഉദാഹരണം ഇപ്പോൾ ഒരു സ്റ്റഡി അബ്രോഡ് കൺസൾട്ടൻസി എടുത്ത് നോക്കുകയാണെങ്കിൽ അവർക്ക് UK പോകുന്നവരുണ്ടാവും, ഓസ്ട്രേലിയ പോകുന്നവരുണ്ടാവും, US പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും. അപ്പോൾ ഇതെല്ലാം ഒരു ഓഡിയൻസാണ്, സെയിം ഓഡിയൻസാണ്. കാരണം ഇതെല്ലാം വരുന്നത് ഒരു 18 to 30 അല്ലെങ്കിൽ ആ റേഞ്ച് വരുന്ന ഒരു കാറ്റഗറി വരുന്ന ഒരു ടൈപ്പ് ഓഫ് ആൾക്കാരാണ്. അപ്പോൾ അതെല്ലാം സിമിലർ ഓഡിയൻസാണ്. പക്ഷേ അതിന് പുറത്ത് ഒരു കംപ്ലീറ്റ്ലി നമ്മളൊരു സ്റ്റഡി അബ്രോഡ് കൊടുക്കുന്നതും അതേ സമയത്ത് ഒരു ഏജ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് എന്തെങ്കിലും ഒരു പെൻഷൻ കൊടുക്കുന്നതിനെ പറ്റിയുള്ള ഒരു ക്യാമ്പയിൻ ആണെങ്കിലും അത് തമ്മിൽ രണ്ട് ഓഡിയൻസാണ്. മനസ്സിലായി.